കിങ് ഓഫ് ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് കാർഡ്സ്. SBI ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് കാർഡിന്റെ യൂസേഴ്സ് തങ്ങളുടെ കാർഡിനെ അങ്ങനെയാണ് വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്. കേവലം 1000 രൂപ ഫീസിന് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര തുടങ്ങി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ 5% ക്യാഷ് ബാക്ക് തരുന്ന ഒരു കാർഡ്. ചുരുക്കം ചില എക്സ്ക്ലൂഷൻസ് ഒഴിച്ചാൽ ടാക്സ് പേയ്മെന്റുകൾക്ക് വരെ 5% ക്യാഷ് ബാക്ക് തരുന്ന ഒരു കാർഡ്. കേവലം 2 ലക്ഷം രൂപ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ സ്പെൻഡ് ചെയ്താൽ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലെ ഫീ വേവർ വരെ തരുന്ന ഒരു കാർഡ്. ഇതെല്ലാ ഫീച്ചറും ഒത്തിണങ്ങിയ ഒരു കാർഡിനെ കിങ് ഓഫ് ക്യാഷ് ബാക്ക് കാർഡ്സ് എന്നല്ലാതെ എന്താണ് വിശേഷിപ്പിക്കുക? എന്നാൽ 2 ദിവസം മുമ്പ് SBI ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കി. തങ്ങളുടെ പ്രിയപ്പെട്ട ക്യാഷ് ബാക്ക് കാർഡിനോട് തലയിലെ കിരീടം താഴെ വെച്ചുകൊള്ളാൻ കൽപ്പിച്ചുകൊണ്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ. അഗ്രസീവ് ഓൺലൈൻ സ്പെൻഡേഴ്സിനെ കാര്യമായി നിരാശരാക്കിക്കൊണ്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ. ഇപ്പോഴുള്ള ക്യാഷ് ബാക്ക് വാല്യൂവിന്റെ പാതി പോലും നിലനിർത്താൻ സാധിക്കാത്ത ഒരു ഡിവാലുവേഷൻ നോട്ടിഫിക്കേഷൻ. ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ. ഈ ഡിവാലുവേഷന്റെ ആഘാതം എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയണമെങ്കിൽ പഴയ റിവാർഡ് സ്ട്രക്ചറും ഇനി വരാനിരിക്കുന്ന റിവാർഡ് സ്ട്രക്ചറും കമ്പയർ ചെയ്തേ മതിയാവും. ക്യാഷ് ബാക്ക് കാർഡിന്റെ പഴയ റിവാർഡ് സ്ട്രക്ചർ പ്രകാരം ഒരു കാർഡിന് മാക്സിമം ലഭിക്കാവുന്ന ക്യാഷ് ബാക്ക് 5000 രൂപയാണ്. എന്നാൽ ആ 5000 രൂപയും നമുക്ക് വേണമെങ്കിൽ ഓൺലൈൻ സ്പെൻഡിലൂടെ നേടാവുന്നതാണ്. അതായത് ഒരു മാസം 1 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്താൽ നമുക്ക് 5000 രൂപ ക്യാഷ് ബാക്ക് കിട്ടും. അതായത് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളായ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര അല്ലെങ്കിൽ ടാക്സ് പേയ്മെന്റ്സിന് ഉൾപ്പെടെ 5% ക്യാഷ് ബാക്ക് തന്നിരുന്ന ഒരു കാർഡാണ് SBI ക്യാഷ് ബാക്ക് കാർഡ്. 5% അപ് ടു 5000 ആണ് ഒരു മന്ത്ലി ലിമിറ്റ് ഉണ്ടായിരുന്നത്. എന്നാൽ ഏപ്രിൽ 1-ാം തീയതി മുതൽ കഥയാകെ മാറുകയാണ്. മുമ്പ് ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് കാർഡ് തന്നിരുന്ന 5000 റുപ്പീസിന്റെ ക്യാഷ് ബാക്ക് വാല്യൂ നേരെ 4000ലേക്ക് റെഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ അതിലും ഒരു ക്യാച്ച് ഉണ്ട്. ഈ 4000-ൽ 2000 മാത്രമാണ് ഓൺലൈൻ സ്പെൻഡിന് നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുക. ബാക്കി 2000 ഓഫ്ലൈൻ സ്പെൻഡിനാണ് കിട്ടുക. ഓൺലൈൻ സ്പെൻഡിന് 5% ആണ് നമുക്ക് ക്യാഷ് ബാക്ക് തരുന്നതെങ്കിൽ ഓഫ്ലൈൻ സ്പെൻഡിന് കേവലം 1% ആണ്. അതായത് ഓൺലൈൻ സ്പെൻഡിന് 40,000 റുപ്പീസ് വരെ നമുക്ക് സ്പെൻഡ് ചെയ്താൽ 2000 റുപ്പീസ് ക്യാഷ് ബാക്ക് വാല്യൂ കിട്ടും. എന്നാൽ ഓഫ്ലൈനിലാണെങ്കിൽ 2 lakh സ്പെൻഡ് ചെയ്താലേ 2000 ക്യാഷ് ബാക്ക് നമുക്ക് കിട്ടുകയുള്ളൂ. ഈ പറഞ്ഞാൽ പഴയ റിവാർഡ് സ്ട്രക്ചർ പ്രകാരം 1 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്താൽ മതി നമുക്ക് 5000 റിവാർഡ് കിട്ടാൻ. എന്നാൽ ഇനി വരുന്ന ചേഞ്ച് പ്രകാരം 2,40,000 രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യണം കേവലം 4000 രൂപ റിവാർഡ് നമുക്ക് കിട്ടാനായിട്ട്. ഇവിടെയും തീരുന്നില്ല കാര്യങ്ങൾ. കുറച്ച് എക്സ്ക്ലൂഡഡ് കാറ്റഗറി കൂടി SBI ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഡിജിറ്റൽ വാലറ്റ് ലോഡിംഗ്, ഫാസ്ടാഗ് ഓർ ടോൾ പേയ്മെന്റ്സ്, ഗവൺമെന്റ് പേയ്മെന്റ്സ്, ഡിജിറ്റൽ ഗെയിമിംഗ് തുടങ്ങിയ പേയ്മെന്റ്സ് എല്ലാം എക്സ്ക്ലൂഡഡ് കാറ്റഗറിയിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാം ഇനി SBI ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് കാർഡ് ഒരു നോ ബ്രെയിനർ കാർഡല്ല. മാക്സിമം റിവാർഡ് കിട്ടണമെങ്കിൽ ഫോഴ്സ്ഡ് സ്പെൻഡിങ് അത്യാവശ്യമാണ്. ഇനിയുള്ള ചോദ്യം ഇതിനെ മറികടക്കാൻ എന്ത് ചെയ്യാമെന്നുള്ളതാണ്. SBI ക്യാഷ് ബാക്ക് കാർഡിന്റെ ഓൺലൈൻ പർച്ചേസുകൾ 40,000-ൽ ലിമിറ്റ് ചെയ്യുക. ആമസോൺ പർച്ചേസുകളാണെങ്കിൽ ആമസോൺ ICICI യൂസ് ചെയ്യുക. ഫ്ലിപ്കാർട്ട് ആണെങ്കിൽ SBI ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ആക്സിസ് ഫ്ലിപ്കാർട്ട് യൂസ് ചെയ്യുക. മിന്ത്ര ആണെങ്കിലും ആക്സിസ് ഫ്ലിപ്കാർട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ SBI ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് കാർഡ് കാഷ്വൽ ഓൺലൈൻ സ്പെൻഡേഴ്സിന് ഇപ്പോഴും ഓക്കെ ആയിട്ടുള്ള ഒരു കാർഡാണ്. കാരണം മന്തിൽ 40,000 റുപ്പീസ് വരെ നമുക്ക് സ്പെൻഡ് ചെയ്യാം. എന്നാൽ ഹെവി ഓൺലൈൻ യൂസേഴ്സിന് വലിയ ലോസ് ആണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഓൺലൈൻ സ്പെൻഡേഴ്സിന് SBI ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് കാർഡ് മാത്രമായി റിലേ ചെയ്ത് ഇനി മുന്നോട്ട് പോകാനാവില്ല. ഓൾട്ടർനേറ്റീവ് മാർഗ്ഗങ്ങൾ കണ്ടേ തീരും. ഇതിന് പകരമായി ഓൾട്ടർനേറ്റീവായി യൂസ് ചെയ്യാവുന്ന കാർഡിന്റെ ലിങ്കുകൾ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഇറ്റ്സ് ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സിംപ്ലിഫൈഡ്.